കുന്നിൽ ചിന്നിച്ചിണങ്ങും ചക്കരപ്പോവേ, ചെന്നായി മമ്മി മങ്ങിൽ പകീരയും തേടുന്നു നിന്നെ. റെഡ്യാർഡ് കിപ്ലിംഗ് എഴുതിയ ജംഗിൾ ബുക്ക് ഭാഗം 1. സമയം സന്ധ്യയ്ക്ക് 7 മണിയായി. സിയോണി കുന്നുകൾക്ക് മുകളിൽ ചന്ദ്രൻ ഉദിച്ചു നിന്നു. ഗുഹയ്ക്കുള്ളിലും നിലാവെളിച്ചമെത്തി. ചൂടുള്ള ഒരു പകൽ മുഴുവൻ കിടന്നുറങ്ങിയ അച്ഛൻ ചെന്നായ കണ്ണു തുറന്ന് മുഖം ചുവറിഞ്ഞ് കോട്ടുവായിട്ട് കൈകാലുകൾ ഓരോന്നെ നിവർത്തി ഉറക്കച്ചടവ് മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. സദാ ഒച്ചവെച്ച് ഉരുണ്ടുമറിയുന്ന 4 ചെന്നായ്ക്കുട്ടികൾക്കിടയിലാണ് ചാര നിറത്തിലുള്ള തൻ്റെ വലിയ മൂക്ക് നിലത്തമർത്തി വിശ്രമിക്കുകയാണ് അമ്മ ചെന്നായ. ഘർ ഘർ, അച്ഛൻ ചെന്നായ പറഞ്ഞു. വേട്ടയ്ക്ക് സമയമായി. അവൻ താഴേക്ക് ചാടി ഇറങ്ങാൻ ഒരുങ്ങുമ്പോഴുണ്ട് ഗുഹയുടെ വാതിക്കൽ ഒരു രോമാവൃതമായ വാലും പിന്നെ ഒരിരുണ്ട നിഴലും. ആരായിരിക്കാം? അവൻ ചിന്തിച്ചു നോക്കി. ഇനി ഷേർഖാനാണോ? അപ്പോഴാണ് ആ നിഴൽ രൂപം പറഞ്ഞത്, ചെന്നായ് മൂപ്പ, നിങ്ങൾക്കും മിടുക്കന്മാരായ മക്കൾക്കും നല്ലത് വരട്ടെ. കുട്ടികൾക്ക് വെളുത്ത ബലമുള്ള പല്ലുകൾ ഉണ്ടാകട്ടെ. ഞങ്ങളെപ്പോലുള്ള പാവങ്ങളെക്കുറിച്ച് എപ്പോഴും അവർ ഓർക്കാനിടയാവട്ടെ. തബാക്കി എന്നു പേരുള്ള നക്കിത്തേനി കുറുക്കനായിരുന്നു അത്. കള്ളക്കഥകൾ പറഞ്ഞ് ഗ്രാമത്തിലെ ചവറ്റുകൂനകളിൽ നിന്ന് എച്ചിലും തുകൽ കഷണങ്ങളും തിന്ന് മറ്റുള്ളവരെ ശല്യപ്പെടുത്തിയും അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന തബാക്കിയോട് ഇന്ത്യയിലെ ചെന്നായ്കൾക്ക് വെറുപ്പാണ്. അതേസമയം അവനെ പേടിയുമുണ്ട്. കാരണം കാട്ടിലെ മറ്റേത് മൃഗങ്ങളെക്കാളും എളുപ്പത്തിൽ അവന് ഭ്രാന്ത് പിടിക്കും. താനൊരു പേടിത്തൊണ്ടനാണെന്ന കാര്യം അപ്പോഴേക്കും അവൻ മറക്കും. തൻ്റെ മുമ്പിൽ കാണുന്ന മൃഗങ്ങളെയെല്ലാം കടിച്ചു മുറിച്ചുകൊണ്ട് കാട്ടിലൂടെ പായും. ഭ്രാന്ത് പിടിച്ച തബാക്കിയെ കാണുമ്പോൾ കടുവകൾ പോലും ഓടി ഒളിക്കും. ഭ്രാന്ത് പിടിക്കുക എന്നത് ഏതൊരു വന്യജീവിക്കും അങ്ങേയറ്റം അപമാനകരമായ കാര്യമാണ്. നമ്മൾ മനുഷ്യർ അതിനെ പേവിഷബാധ എന്ന് പറയും. മൃഗങ്ങൾ ഭ്രാന്ത് എന്ന് വിളിക്കും. ഹോ തബാക്കി, നീയായിരുന്നോ? ഞാൻ പേടിച്ചു പോയി. ഇനി ഷേർഖാനോ മറ്റോ എൻ്റെ മക്കളെ ഉപദ്രവിക്കാൻ വന്നതാണോ എന്ന്. അപ്പോൾ തബാക്കി പറഞ്ഞു, എനിക്ക് വിശക്കുന്നു. ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? അകത്ത് കയറി നോക്കിക്കോ. ചെന്നായ്ക്കില്ലായിരിക്കും. തബാക്കി പെട്ടെന്ന് മറുപടി പറഞ്ഞു, എന്നെ പോലൊരു പാവത്തിന് വല്ല എലിൻ കഷ്ണം കിട്ടിയാലും ധാരാളമായി. ഞങ്ങൾ കുറുക്കന്മാർ മഹാരാജാക്കന്മാരൊന്നുമല്ല എപ്പോഴും സദ്യ വേണമെന്ന് പറയാൻ. അവൻ നേരെ ഗുഹയ്ക്കുള്ളിൽ നടന്നു. അതാ അവിടെ ഒരു മാനിൻ്റെ എല്ല് കിടക്കുന്നു. പുറത്തു കുറച്ച് മാംസത്തോടെ അവിടെ കിടന്നിരുന്ന ആ എല്ലിൻ കഷ്ണം അവൻ ഓടിച്ചെന്നെടുത്തു. അവൻ സന്തോഷത്തോടെ അവിടെ ഇരുന്ന് അത് കറുമുറെ കടിച്ചു തിന്നു. ഹോ, ഒന്നാന്തരം ശാപ്പാട്, വളരെ നന്ദി. ചുണ്ടുകൾ നക്കിക്കൊണ്ട് തബാക്കി ചെന്നായിയോട് പറഞ്ഞു. മക്കൾ സുന്ദരക്കുട്ടന്മാരാണ് കേട്ടോ. എന്തു വലിയ കണ്ണുകൾ. ഇത് നമ്മുടെ കാടിൻ്റെ രാജകുമാരന്മാരല്ലയോ? കൊച്ചിലെ തന്നെ അതിൻ്റെ ലക്ഷണം കാണാതിരിക്കുമോ? കുട്ടികളെ ഇങ്ങനെ പ്രശംസിച്ചുകൂടെന്നും അത് ദൃഷ്ടിദോഷമുണ്ടാക്കുമെന്നും മറ്റുള്ളവരെ പോലെ തബാക്കിക്കും അറിയാം. പക്ഷേ അവരുടെ അച്ഛനമ്മമാർ വിമ്മിട്ടപ്പെടുന്നത് കാണാൻ വേണ്ടി മനഃപൂർവ്വം തബാക്കി ഇങ്ങനെ പറയുന്നതാണ്. ഇങ്ങനെ ഒരു കുസൃതി ഒപ്പിച്ച് സ്വയം അതിൽ രസിച്ചിരുന്നു കൊണ്ട് അമ്മ ചെന്നായുടെ മുഖത്തോട്ട് നോക്കി. അവളുടെ ഇഷ്ടക്കേട് മനസ്സിലാക്കിയപ്പോൾ തബാക്കിക്ക് കുറച്ചുകൂടി രസം പിടിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ തബാക്കി വെറുപ്പോടെ പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞോ, ആ തടിയൻ ഷേർഖാൻ ഇങ്ങോട്ട് വരണൂത്രേ. അടുത്ത പൗർണമി വരെ ഈ കുന്നുകളിലാണ് അവൻ്റെ നായാട്ട്. എന്നോടവൻ നേരിട്ട് പറഞ്ഞതാണ്. 20 മൈൽ അകലെയുള്ള വൈങ്കുങ്ക നദിക്കരയിൽ താമസിക്കുന്ന കടുവയാണ് ഷേർഖാൻ. മൃഗങ്ങളെയെല്ലാം വെറുപ്പിച്ച് നടക്കുന്ന അവനെ എല്ലാവർക്കും വെറുപ്പാണ്. അവനിവിടെ എന്ത് കാര്യം? അച്ഛൻ ചെന്നായ്ക്ക് പെട്ടെന്ന് തന്നെ ദേഷ്യം വന്നു. മുൻകൂട്ടി പറയാതെ താവളം മാറ്റാൻ പാടില്ലെന്നാണല്ലോ നമ്മുടെ കാടിൻ്റെ നിയമം. അവൻ മാത്രം ഇങ്ങനെ ചെയ്യുന്നത് എന്താണ്? അവൻ ഇവിടെ വന്നാൽ 10 മൈൽ ചുറ്റളവിലുള്ള മൃഗങ്ങളെല്ലാം പേടിച്ചോടും. എനിക്കാണെങ്കിൽ ഇവിടെ 2 പേർക്കും ഭക്ഷണം അന്വേഷിക്കണം. അവൻ്റെ തള്ള അവനെ ഞൊണ്ടിയെന്ന് വിളിച്ചത് വെറുതെയല്ല. അമ്മ ചെന്നായി മുറുമുറുത്തു. ജനിച്ചപ്പോഴേ അവന് ഒരു കാൽ മുടന്താണ്. അതുകൊണ്ട് ആടുമാടുകളെ മാത്രമേ അവൻ കൊല്ലാറുള്ളൂ. വെങ്കുങ്ക ഗ്രാമത്തിലുള്ളവർക്ക് അവന് കണ്ണെടുത്താൽ കണ്ടുകൂടാ.
ഇനി നമ്മുടെ ഗ്രാമത്തിലുള്ളവരെയും അവൻ പിണക്കും. അവനെ അന്വേഷിച്ച് മനുഷ്യർ കാട്ടിലെല്ലാം വരും. ഉണക്കപ്പുല്ലിന് തീ വയ്ക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പേടിച്ചോടും. നല്ല ഉപകാരമാണ് ഷേർഖാൻ ചെയ്തത്. അതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അങ്ങേരോട് നന്ദി പറയും എന്ന് പറഞ്ഞുകൊണ്ട് തബാക്കി ചിരിക്കാൻ തുടങ്ങി. പോയിക്കോ എൻ്റെ മുമ്പിൽ നിന്ന്, അച്ഛൻ ചെന്നായി ദേഷ്യത്തോടെ തബാക്കിയോട് പറഞ്ഞു. നീയും നിന്റെ യജമാനന്റെ കൂടെ നായാടാൻ പൊയ്ക്കോ. ഇന്നത്തേക്ക് ഇത്രയും ഞങ്ങളെ ശല്യം ചെയ്താൽ മതി. പൊയ്ക്കോളൂ തബാക്കി. ഞാൻ പൊയ്ക്കോളാം, തബാക്കി ശാന്തനായി പറഞ്ഞു. അതാ താഴെ കുറ്റിക്കാട്ടിൽ ഷേർഖാന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതാണ് ഇപ്പോൾ കുഴപ്പമായത്. അച്ഛൻ ചെന്നായി കാതോർത്തു. അങ്ങ് താഴെ ഒരു കൊച്ചു പുഴ ഒഴുകുന്ന താഴ്വരയിൽ ഇര കിട്ടാതെ വലയുന്നൊരു കടുവായുടെ ദേഷ്യപ്പെട്ട് പല്ലെറിമിക്കൊണ്ടുള്ള നീണ്ട മോങ്ങൽ അവൻ കേട്ടു. കാട് മുഴുവൻ അറിഞ്ഞാലും മറ്റുള്ളവർക്ക് ശല്യമായാലും തനിക്കൊന്നുമില്ല എന്ന മട്ടിലായിരുന്നു അവൻ്റെ അമറൽ. മണ്ടൻ, അച്ഛൻ ചെന്നായി പറഞ്ഞു. ഇങ്ങനെ ഒച്ചയുണ്ടാക്കിക്കൊണ്ടാണോ വേട്ടയാടാൻ നടക്കേണ്ടത്? വെങ്കുങ്കയിലെ കാളക്കുറ്റന്മാരെ പോലെ ബുദ്ധിയില്ലാത്തവരാണ് ഇവിടുത്തെ മാനുകളെന്നാണ് അവൻ്റെ വിചാരം. അപ്പോൾ അമ്മ ചെന്നായി പറഞ്ഞു. അയ്യോ, കാളയെയോ മാനിനെയോ ഒന്നുമല്ല അവൻ ഇന്ന് നോട്ടമിട്ടിരിക്കുന്നത്, മനുഷ്യനെയാണ്. കടുവയുടെ മോങ്ങൽ പ്രത്യേക തരത്തിലുള്ള ഒരു ഗർജനമായി മാറി. എവിടെ നിന്നാണ് അത് പുറപ്പെട്ടതെന്നറിയാൻ പ്രയാസമായി തുടങ്ങി. മരം വെട്ടുന്ന മനുഷ്യരും തുറസായ നിലത്ത് കിടന്നുറങ്ങുന്ന നാടോടികളും ആ ശബ്ദം കേട്ട് വിരണ്ട് ചിലപ്പോൾ കടുവയുടെ തന്നെ വായിൽ തന്നെ ചെന്ന് ചാടിയെന്നിരിക്കും. മനുഷ്യൻ, അച്ഛൻ ചെന്നായി പുച്ഛത്തോടെ വെളുത്ത പല്ലുകൾ ഇളിച്ചു കാണിച്ചു. ഭാ, കുളത്തിലുള്ള തവളയെ പിടിച്ച് തിന്നട്ടെ, മനുഷ്യനെ തിന്നാൻ, അതും നമ്മുടെ മണ്ണിൽ. ന്യായമായ കാരണമില്ലാതെ യാതൊന്നും ചെയ്തുകൂടുന്നാണ് കാട്ടിലെ നിയമം. കുട്ടികളെ ഇര പിടിക്കാൻ പഠിപ്പിക്കുമ്പോൾ മാത്രം മനുഷ്യനെ കൊല്ലാം. അതും തൻ്റെ അല്ലെങ്കിൽ തൻ്റെ വർഗത്തിൻ്റെ അതിരുകൾക്ക് പുറത്തു വച്ചേ പാടുള്ളൂ. ഈ വിലക്കിനുള്ള യഥാർത്ഥ കാരണം മറ്റൊന്നാണ്. ഒരു മനുഷ്യനെ കൊന്നാൽ തൊട്ടു പിന്നാലെ ആനപ്പുറത്ത് വെള്ളക്കാർ വരും. കൊട്ടും വെടിയും പന്തവുമൊക്കെയായി തവിട്ട നിറത്തിലുള്ള മനുഷ്യരും ഒപ്പം കാണും. അതോടെ കാട്ടിലുള്ള മൃഗങ്ങൾക്കെല്ലാം കഷ്ടകാലം തുടങ്ങും. എല്ലാ ജീവികളിലും വെച്ചും ദുർബലനും നിസ്സഹായനുമാണ് മനുഷ്യനെന്നും അതുകൊണ്ട് അവനെ ഉപദ്രവിക്കുന്നത് ഭീരത്വമാണെന്നുമാണ് മൃഗങ്ങൾ പറയാറുള്ളത്. മാത്രമല്ല, മനുഷ്യനെ തിന്നുന്നവർക്ക് ചൊറി പിടിക്കുമെന്നും പല്ലുകൾ കൊഴിഞ്ഞു പോകുമെന്നും ഒരു വിശ്വാസമുണ്ട്.